കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന വിലാസിനി എന്ന് പറഞ്ഞൊരു ചിത്രശലഭത്തിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇന്ത്യൻ ജസബൽ അല്ലെങ്കിൽ കോമൺ ജസബൽ എന്നറിയപ്പെടുന്ന ഈ പൂമ്പാറ്റയുടെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഇവർ പെരിഡേ ഫാമിലിയിൽപ്പെടുന്ന ഡെലിയാസ് യുചാരിസ് എന്ന സ്പീഷീസാണ്. ഇവരുടെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, മിയാൻമാർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ. ഈ വീഡിയോ ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് എടുത്തത്. കേരളത്തിൽ വെസ്റ്റേൺ ഗാട്സിനോട് നിയർ ബൈ ആയിട്ടുള്ള ഏരിയയിലാണ്. കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പൂമ്പാറ്റയാണ് ഇവർ. ഇവരിൽ തന്നെ വിലാസിനി, ചോല വിലാസിനി എന്ന് പറഞ്ഞ രണ്ട് സ്പീഷീസുകളുണ്ട്. പക്ഷേ ഇത് വിലാസിനി തന്നെയാണ്. അതായത് ഡെലിയാസ് യുചാരിസ്. അതുകൂടാതെ വേറെ സ്പീഷീസിൻ്റെ പേര് പ്രിയോണറിസ് സീത്ത എന്നാണ്. അതായത് ഈ രണ്ട് വളരെ ഐഡന്റിക്കലായിട്ട് തോന്നുന്ന പൂമ്പാറ്റയുടെ ജനസുകൾ തമ്മിൽ പോലും വ്യത്യാസമാണ്. അപ്പോൾ ഇത് വിലാസിനി തന്നെയാണെന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ചിറകിൻ്റെ അറ്റത്തുള്ള ആ റെഡ് മാർക്കുകളാണ്. വിലാസിനി എന്ന പൂമ്പാറ്റയിൽ അതൊരു ട്രയാങ്കിൾ ഷേപ്പും ചോല വിലാസിനി എന്ന പൂമ്പാറ്റയിൽ അതൊരു സ്ക്വയർ ഷേപ്പിലുമാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചിറകിലെ ആ ഒരു റെഡ് മാർക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഇനി ഇവരുടെ ഒരു ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മനോഹരമായ ഇടകലർന്ന നിറത്തിലുള്ള ചിറകുകളാണ് ഇവർക്കുള്ളത്. ചിറകിൻ്റെ അരികിൽ നിറയെ ചുവന്ന പൊട്ടുകളുടെ ഒരു നിര തന്നെ കാണാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചിറക് വിടർത്തുമ്പോൾ വെളുപ്പോ ഇളം നീലയോ ആയിരിക്കും. ഇതിൻ്റെ ശരീരവും വെളുത്ത ഒരു ഗോസ്റ്റിനെ പോലെ ഇരിക്കും. ഇതിൻ്റെ ചിറകിൻ്റെ ഉൾഭാഗം അല്ലെങ്കിൽ അടിഭാഗത്ത് കറുപ്പും മഞ്ഞയും ചുവപ്പും നീലയും വെള്ളയും കൂടിയ വിവിധ ആകൃതിയിലുള്ള പാടുകളും കളേഴ്സും കാണാം. ഇനി ഇവരുടെ ഒരു ഡയറ്റും ഹോസ്റ്റ് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും പറയുകയാണെങ്കിൽ ഇവർ മുട്ടയിടുന്നത് മെയിനായിട്ടും ഈ പാരസൈറ്റിക് പ്ലാന്റ്സിലാണ്. ഇത്തിക്കണ്ണി പോലെയുള്ള പാരസൈറ്റിക് പ്ലാന്റ്സിൽ അതിൻ്റെ ഇലകൾ തന്നെയായിരിക്കും ഇതിൻ്റെ കാറ്റർപില്ലേഴ്സും കഴിക്കുക. അഡൽട്സ് കൂടുതലായിട്ട് തുമ്പ, കൊന്ന എന്നീ ചെറു ചെടികളിലെ തേനും കുടിക്കും. അതുപോലെ തന്നെ വലിയ മരങ്ങളിലെ പൂവിടുന്ന വലിയ മരങ്ങളിലെ തേനും കുടിക്കും. ഇനി ഇവരുടെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ബാക്കി എല്ലാ പൂമ്പാറ്റകളെ പോലെ തന്നെ ഇവർക്കും 4 സ്റ്റേജസ് ആണുള്ളത്. എഗ് സ്റ്റേജ്, ലാവ സ്റ്റേജ്, പ്യൂപ്പ സ്റ്റേജ്, അഡൽട്ട് സ്റ്റേജ്. ഇവരുടെ ലാർവകൾക്ക് അല്ലെങ്കിൽ കാറ്റർപില്ലേഴ്സിന് മഞ്ഞ കലർന്ന പച്ച നിറമോ ഇരുണ്ട നിറമോ ആയിരിക്കും ഉണ്ടാവുക. ഇവയുടെ തലകളാണെങ്കിൽ ചെറിയ വെളുത്ത പൊട്ടോട് കൂടിയ കറുത്ത തലകളാണ്. ഇതിൻ്റെ കാറ്റർപില്ലേഴ്സ് ഹോസ്റ്റ് പ്ലാന്റ്സിൽ നിന്ന് ടോക്സിൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാറ്റർപില്ലേഴ്സും അതുപോലെ തന്നെ അഡൽട്സും ടോക്സിക് ആണ്. ഇവർ ടോക്സിക് ആയതുകൊണ്ട് തന്നെ യൂഷ്വലി ഇവർക്ക് അധികം പ്രെഡേറ്റേഴ്സ് ഒന്നുമില്ല. ഇവർ സാവധാനത്തിലാണ് ഇവരുടെ പറക്കലൊക്കെ. ഇവരുടെ ഒരു വളരെ ബ്രൈറ്റ് കളേർഡ് വിങ്സ് താങ്കൾ ടോക്സിക് ആണെന്ന് ശത്രുക്കളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ശത്രുവിനെ കാണുമ്പോൾ ചത്തതുപോലെ കിടന്ന് രക്ഷപ്പെടുന്ന ഒരു കൗശലം കൂടി ഇവർക്കുണ്ട്. ഇതുപോലെ ഇരിക്കുന്ന വേറെ ബട്ടർഫ്ലൈ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ചോല വിലാസിനി. അത് ഇതിനെ മിമിക് ചെയ്യുന്നതിൻ്റെ റീസൺസ് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇത് ഒരു ടോക്സിക് ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ ഇതിനെ അധികം ടാർഗറ്റ് ചെയ്യില്ല. അത് ഇവരുടെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വേണമെങ്കിൽ കണക്കിലാക്കാം. കാരണം ഇതൊരു പ്രെഡേറ്റർ പ്രേ ബാലൻസ് ചെയ്യാനുള്ള ഒരു മിമിക്രി നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ പൂമ്പാറ്റകളെ പോലെ തന്നെ ഇതൊരു നല്ല പോളിനേറ്റർ കൂടിയാണ്. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇവരുടെ ആ അണ്ടർ സൈഡിലുള്ള ആ ഒരു ഡിസൈൻസ് തെയ്യത്തിൻ്റെ മുഖം പോലെ തോന്നിക്കുന്ന ഒന്നാണ്. ഇവരുടെ ചിറകിൻ്റെ അണ്ടർ സൈഡിലുള്ള ആ ഒരു ബ്രൈറ്റ് ഡിസൈൻസ് ഒരുപാട് ആർട്ട് വർക്കിലും ഫ്ലോറൽ ഡിസൈനിങ്ങിലും ഫാബ്രിക് പെയിന്റിങ്ങിലും ഗ്ലാസ് പെയിന്റിങ്ങിലും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പൂമ്പാറ്റയെ കുറിച്ച് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷനൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.